ഇന്നലെ രാത്രി 11:30-ഓടെയാണ് സംഭവം. കണ്ണൻമൂലയിൽ വീട്ടിൽ വച്ച് ഉപദ്രവിക്കാൻ ശ്രമിച്ചപ്പോൾ സ്വാമിയുടെ ജനനേന്ദ്രിയം പെൺകുട്ടി മുറിക്കുകയായിരുന്നു. തുടർന്ന് പോലീസ് സ്റ്റേഷനിലെത്തി സംഭവം വിശദീകരിച്ച് മൊഴി നൽകി. +1-ൽ പഠിക്കുമ്പോൾ മുതൽ ശാരീരികമായി ഉപദ്രവിക്കുമായിരുന്നുവെന്ന് മൊഴിയിലുണ്ട്. ഉപദ്രവം സഹിക്കാനാകാത്തതിനാൽ നേരത്തെ കരുതിയിരുന്ന കത്തി ഉപയോഗിച്ചാണ് ജനനേന്ദ്രിയം മുറിച്ചത്. പെൺകുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുത്തു. കുട്ടികൾക്കെതിരായ അതിക്രമങ്ങൾ തടയുന്ന പോക്സോ നിയമത്തിലെ വകുപ്പുകളും ബലാത്സംഗ കുറ്റവുമാണ് ഗംഗേശാനന്ദ തീർത്ഥപാദർ എന്ന ശ്രീകരിയുടെ മേൽ ചുമത്തിയിരിക്കുന്നത്. പീഡിപ്പിച്ച സമയത്ത് അവിടെയുള്ള കത്തി വെച്ചിട്ട് ഇവിടെ പ്രൈവറ്റ് പാർട്ട് കട്ട് ചെയ്ത ശേഷം പിന്നെ അവിടെ നിന്ന് ഓടി പോലീസ് സ്റ്റേഷനിൽ വിഷയം അറിയിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് വന്നു. മുറിവേറ്റ ഗംഗേശാനന്ദയെ രാത്രി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. 90% മുറിവുണ്ടായിരുന്നതിനാൽ ജനനേന്ദ്രിയം തുന്നിച്ചേർക്കാനായില്ല. സ്വയം മുറിവേൽപ്പിച്ചെന്ന ഇയാളുടെ മൊഴി പോലീസ് തള്ളിക്കളയുന്നു. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.